കുറേ നാൾക്ക് മുമ്പ് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ കുറേ നാൾ മുമ്പ് കേട്ടോ, ആ കുട്ടി വിവാഹത്തിന് ശേഷം ഹസ്ബൻഡിനോട് ആദ്യമൊക്കെ ശാരീരിക ബന്ധത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായി. പിന്നെ പറയുകയാണ്, എനിക്ക് ആണുങ്ങളുമായിട്ട് പറ്റില്ല, ഞാൻ ഹോസ്റ്റലിൽ ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ലെസ്ബിയനായിരുന്നു, എന്നെ കൊണ്ടൊട്ടും പറ്റുന്നില്ല. അപ്പോൾ അയാൾക്ക് ആദ്യമൊക്കെ കുറേ അയാളുടേതായിട്ടുള്ള അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പെൺകുട്ടീനെ. അപ്പോൾ ഒരുപാട് അയാൾ ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതിൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും മാറ്റാൻ പറ്റുന്നൊരു അവസ്ഥയല്ല ഇത്. ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോടത്ത് ഒരു സ്ത്രീയെ സ്നേഹിക്കുക, പ്രണയിക്കുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഈ അവസ്ഥ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുഖം ആകെ മാറി. അവരത് വേറൊരാളുടെ തൊട്ടും കൊണ്ടുപോയി. ഞാൻ പറയുന്നത് അതല്ല. അപ്പം ഈ പെൺകുട്ടി നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള നല്ല ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്നൊരു പെൺകുട്ടിയാണ്. അത് ചെറുപ്പത്തിലല്ല അത് വിവാഹം കഴിച്ചത്, നല്ലോണം അതിനുള്ള പക്വത തിരിച്ചറിവെത്തിയിട്ടാണ് വിവാഹം കഴിച്ചത്. അപ്പം എന്തിനാണ് വിവാഹത്തിലോട്ട് കടന്നത്? ഇപ്പം അതെടുക്കുന്ന നിലപാടും ശബ്ദവും എന്തുകൊണ്ട് വിവാഹത്തിന് മുമ്പ് എടുത്തില്ല? ഞാൻ ആ കുട്ടിയോടും ചോദിച്ചത് അങ്ങനെ കുറ്റബോധത്തിലാക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് കാരണം ഇത്രയും നിലപാടും ശബ്ദവുമുള്ളൊരു കുട്ടിയാണ്. അപ്പം അതെന്തുകൊണ്ട് കല്യാണത്തിന് മുമ്പെടുത്തില്ല? അതേപോലെ തന്നെയാണ് ആണുങ്ങളും. കല്യാണം ഒരു സൊസൈറ്റിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് ഭാര്യ മനസ്സിലാക്കുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോഴൊക്കെയാണ് പലരും ഈ ഒരു ഗൂഗിളൊക്കെ വന്നതിന് ശേഷം, നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഡോക്ടർ വന്നതിന് ശേഷം അതിനകത്ത് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത്, പലരുടെയും റൈറ്റിങ്സിലൂടെയൊക്കെ അവർ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അത് ഒരു തെറ്റായ ഒരു കാര്യമല്ല. പക്ഷേ മാറ്റിയെടുക്കാൻ ഒരു കൗൺസിലർക്കും പറ്റത്തില്ല, തെറാപ്പിസ്റ്റിനും പറ്റത്തില്ല. അവനവൻ അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ എന്തിനാണ് മറ്റൊരാളുടെ ജീവിതം പ്രശ്നത്തിലാക്കുന്നത്?